ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോക്ക് സ്വാഗതം. ഇന്നൊരു കക്ക വീഡിയോ ആണ്. ഞങ്ങൾ തന്നെ പിടിച്ച് കൊടുന്ന കക്കയാണ്. അപ്പോൾ നിങ്ങൾക്ക് വിശ്വാസം ഇതിൽ വരും കക്ക ഞങ്ങൾ പിടിച്ചതാണ്. അപ്പം കക്ക ഞങ്ങൾ നല്ല ചൂടാക്കി വേവിച്ച് ഇപ്പോൾ എല്ലാവരും കൂടി പൊളിക്കാൻ ഇരിക്കുകയാണ് ഗായ്സ്. അത് അതിൻ്റെ കാഷ്ടവും പിന്നെ തോലൊക്കെ പൊളിച്ച് ഒരു സൈഡിലേക്കാക്കണം. അപ്പം എല്ലാവരും കൂടി പിടിച്ചപ്പോൾ ഈ ഒരു പാത്രത്തിനുണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് കേൾക്കാണ്. അപ്പോൾ അവിടെ ഉള്ളിയും തക്കാളിൻ്റെ കുറച്ച് പരിപാടിയുണ്ട്. അപ്പം ഇത് നന്നായിട്ട് നന്നായിട്ട് കേൾക്കണം. എന്നുവെച്ചാൽ അതിൻ്റെ ഉള്ളിലത്തെ സംഭവം നല്ല ഊറ്റിയെടുക്കണം, എന്നാലേ നമുക്ക് ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പം നമ്മൾ കുറേ ഉണ്ടായിട്ട് പതുക്കെ ഊറ്റിയെടുക്കണത്. അപ്പം നമുക്ക് കണ്ടോ ഓരോന്നെടുത്ത് നല്ല വൃത്തിയിൽ കേൾക്കണം. അപ്പോൾ നമുക്ക് ഒരു സൈഡിൽ വൃത്തിയുള്ളൊരു സൈഡിൽ നമുക്ക് തക്കാളിയും ഉള്ളിയും അരിയാണ്. ഞാൻ പറഞ്ഞില്ല തക്കാളി ഉള്ളിയൊക്കെ അരിയാണെന്ന്. അതാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. തക്കാളി ഉള്ളി അരിയാണ്. അപ്പോൾ ഞങ്ങൾ വീട്ടിലത്തെ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം എല്ലാവരും കൂടി കൂടിയിട്ടാണ്. പിന്നെ മറ്റേ ഉരുളിയും അതിൽ ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഉപ്പിടുന്ന കട്ടായിപ്പോയി. അതേപോലെ പിടിക്കുന്നത് കട്ടായിപ്പോയി. കക്കനെ പിടിക്കുന്നതൊക്കെ കട്ടായിപ്പോയി. ഒന്നും എടുത്തിട്ടില്ല. അപ്പം ഒന്ന് നമ്മൾ റോസ്റ്റ് ചെയ്യാൻ പൊരിക്കാനും ഒന്ന് നമ്മൾ കറി പോലെ ഗ്രേവി ആക്കാനുമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇത് ഗ്രേവിക്കുള്ളതാണ്. ഇത് ഗ്രേവിക്കും പൊരിക്കാനും കൂടെ മിക്സായിട്ട് മസാല തേച്ച് വെച്ചാണ്. ഇതിൽ നിന്ന് കുറച്ച് പൊരിക്കാനും കുറച്ച് ഗ്രേവിക്കാണ്. അപ്പം അതാവണക്കായി മുന്നേ ഞങ്ങളെല്ലാവരും കൂടി ഞങ്ങളെല്ലാവരും കൂടി കളിച്ച് ചിരിച്ചിരിക്കുകയാണ്. എൻ്റെ അനിയത്തിയുടെ സൈഡിൽ ഞങ്ങളുടെ സൈഡിൽ. പിന്നെ എനിക്ക് കുറേ അനിയത്തിമാരുണ്ട്. അപ്പം ഓരോ ആൾക്കാർ പേര് പറഞ്ഞാൽ ഇപ്പോഴൊന്നും തീരില്ല. അപ്പം ഇതൊരു അനിയത്തി അങ്ങനെയൊക്കെ പറയേണ്ടി വരും. അപ്പോൾ തന്നെ നമുക്ക് നമ്മളെ സാധനം നോക്കാം. അപ്പം ഇത് നമ്മളെ ഗ്രേവി നന്നായിട്ട് ഇപ്പോൾ ഒന്നും കൂടി വേവാണ്ട്. ഇപ്പം ഒന്നും വെന്തിട്ടില്ല. അപ്പോൾ ഒന്നുകൂടി വേവാണ്ട്. അപ്പം ഇതിൽ മല്ലിച്ചപ്പത്തെ ഇട്ട് നമുക്ക് കരിവേപ്പിൻ്റെ ഇടണം. ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഒന്നും കൂടി വേവിച്ചെടുക്കാണ്ട്. പിന്നെ നമുക്ക് ഫ്രൈ ചെയ്യുന്നത് നോക്കാം. നല്ല വെളിച്ചെണ്ണയ്ക്ക് നമ്മൾ മസാല ഇട്ട് ഇറക്കി വെക്കാം. കുറേ ആൾക്കാരുണ്ടായത് ഇത് ഫ്രൈ അങ്ങനെ എല്ലാവർക്കും എടുക്കണം, കുറേ ഉണ്ടാവണം എന്നാണ്. പിന്നെ വെളിച്ചെണ്ണ ഒഴിക്കാം. അങ്ങനെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പം അതോടൊപ്പം ഞാൻ ടേസ്റ്റ് നോക്കാൻ വരുന്നുണ്ട്. അപ്പം എങ്ങനെ ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറ്റുന്ന ആ ഗ്രേവി കുറച്ച് വേവാണ്ടായിരുന്നു. പക്ഷേ ഫ്രൈ ചെയ്തത് നല്ല ടേസ്റ്റ് ഉണ്ട്, എനിക്കിഷ്ടപ്പെട്ടു. മറ്റത് കുറച്ചും കൂടി വേവേണ്ടതാണ്. അപ്പം ഇതാ ഓരോ ആൾക്കാർ ഒന്ന് ടേസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പം മറ്റത് നല്ല വേവാണ്ട്. ഇത് പൊരിച്ചതായതുകൊണ്ട് വെന്തുകണ്. അപ്പം നമുക്ക് തിന്നാനിരിക്കാം. അപ്പം ചപ്പാത്തി, ബ്രെഡ്, മറ്റേ കക്ക പൊരിച്ചത്, അതിൻ്റെ കക്കൻ്റെ കറി, ചിക്കന്, ഇപ്പം എല്ലാവരും കൂടി ഇരുന്ന് വേവിക്കാനാണ്. അപ്പോൾ ഇത്രയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.